പല ഇൻസെയിൻലി അടിപൊളി പിക്ചേഴ്സ് എടുക്കുന്ന പല ഫോട്ടോഗ്രാഫേഴ്സും അവർക്ക് ബുക്കിംഗ്സ് കിട്ടാൻ കഷ്ടപ്പെടുകയാണ്. അതേസമയം ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ഇമേജ് മാത്രം എടുക്കുന്ന ചില ഫോട്ടോഗ്രാഫേഴ്സോ അവർക്ക് ആവശ്യത്തിലധികം ബുക്കിംഗ് ഉണ്ട്, അവർ സക്സസ്ഫുൾ ആയിട്ടാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ട സ്കിൽ സെറ്റ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഫോട്ടോഗ്രാഫി അല്ല, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സക്സസ്ഫുൾ ഫോട്ടോഗ്രാഫി ബിസിനസ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഒപ്പം നമുക്ക് വേണ്ട മറ്റ് പല ഇമ്പോർട്ടൻറ്റ് സ്കിൽസും ഉണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുന്ന 10 ഇമ്പോർട്ടൻറ്റ് സ്കിൽസാണ് നല്ലൊരു ഫോട്ടോഗ്രാഫി ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടത്. പാർട്ട് 1 and 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 5 സ്കിൽസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹിയർ ഇസ് 5 സ്കിൽസ് യു നീഡ് ആസ് എ ഫോട്ടോഗ്രാഫർ. അതും ഫോട്ടോഗ്രാഫറുമായി ഒരു ബന്ധവുമില്ലാത്ത 5 സ്കിൽസ്. ബൈ ദ ടൈം നിങ്ങൾ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ബിസിനസിനെ പറ്റിയുള്ള അപ്രോച്ച് തന്നെ നിങ്ങൾ മാറ്റിയിരിക്കും. ഈ പാർട്ട് 1 and 2 വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോട്ടോഗ്രാഫി ബിസിനസ്സുമായിട്ടും എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫുമായിട്ടും വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതിൻ്റെ നമ്പർ 1 ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു പാർട്ട് ടൈമിൽ നിന്നും ഫുൾ ടൈമിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നത് ഈ ഒരു ഒറ്റ സ്കില്ല് കാരണം. എന്തുകൊണ്ടാണ് എനിക്ക് ആവശ്യത്തിന് ബുക്കിംഗ്സ് കിട്ടാത്തതെന്നുള്ള നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരവും ഇതിലുള്ള 1-2 സ്കിൽസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റിക്ക് അറൗണ്ട് ടിൽ ദി എൻഡ് ഓഫ് ദ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ക്യാമറാസ്, AI ടൂൾസ്, സോഷ്യൽ മീഡിയ, അവിടുത്തെ അൽഗോരിതംസ്, ഇങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിലാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പിയർ ആയിരിക്കും. കുറച്ച് നാൾ മുമ്പ് വരെ ഫോട്ടോഗ്രാഫേഴ്സ്, പ്രത്യേകിച്ച് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആൽബം ഡിസൈൻ ചെയ്ത് അത് കൊടുക്കുന്ന വഴി എത്രയോ അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു എലമെൻ്റ് ആയിരുന്നു ഫോട്ടോഗ്രാഫി ആൽബംസ്. അതൊക്കെ ഇന്ന് എത്രത്തോളം മാറി. അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജി വന്നു, അതുപോലെ AI ടൂൾസ് വന്നു, ഓട്ടോമേറ്റഡ് എഡിറ്റിംഗ് വന്നു. ഇങ്ങനെ പല നമ്മൾ ഫയൽ ഡെലിവറി ചെയ്യുന്ന രീതികൾ മാറി. ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ട്രെൻഡ്സും നമ്മുടെ AI ടൂൾസും ഒക്കെ അനുസരിച്ച് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള തിയറി കേട്ടിട്ടുണ്ടോ? അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ സർവൈവ് ചെയ്യും എന്നല്ല ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. പകരം ഏറ്റവും അഡാപ്റ്റ് ചെയ്യുന്ന ആൾ സർവൈവ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യാത്ത ആൾ അവിടെ ഇല്ലാണ്ടാവും. ഇത് തന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ റെഡി ആയില്ലെങ്കിൽ നമ്മളായിരിക്കും അടുത്ത വീഴാൻ പോകുന്ന ഫോട്ടോഗ്രാഫർ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ച. അപ്പോൾ 2015 ഫോട്ടോഗ്രാഫി സ്റ്റൈലും 2015 ഫോട്ടോഗ്രാഫി ഡെലിവറിയൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ 2025 പിടിച്ചു നിൽക്കാൻ അതിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്, ഫോട്ടോഗ്രാഫർക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കിൽ സെറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കാരണം നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റി വെക്കണം. നിങ്ങളൊരു പക്ഷേ എല്ലാ വീക്കെൻഡും ഒരു വെഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ സ്റ്റിൽ ബ്രോക്ക് ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട് ഇഫ് യു ആർ നോട്ട് റണ്ണിങ് യുവർ ബിസിനസ് റൈറ്റ്. കാരണം നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രൈസിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കുമായി റിലേറ്റ് ചെയ്ത മറ്റ് എക്സ്പെൻസസ് എത്രയൊക്കെയാണ് നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസ ബാക്കി ഇരുത്തുന്നില്ലെങ്കിൽ, ഇങ്ങനെ എവിടെയൊക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പാളിപ്പോയാലും നിങ്ങളുടെ ബിസിനസ് തകരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. പിന്നെ അതിൽ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് പാഷൻ ഡിസ്കൗണ്ടിങ്. എന്താണ് പാഷൻ ഡിസ്കൗണ്ടിങ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ യൂഷ്വലി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് അതിന് നമ്മൾ പ്രൈസ് ചെയ്യുന്നത് വളരെ ആക്ച്വലി പ്രൈസ് ചെയ്യേണ്ടതിനേക്കാൾ വളരെ കുറച്ച് പ്രൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ നിങ്ങളും ഇതുപോലെ പാഷൻ ഡിസ്കൗണ്ടിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ പകുതി ടാലൻ്റ് ഉള്ള ഒരാൾ നിങ്ങളെ മലത്തിയടിച്ച് ആ ബിസിനസ്സും കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ മനസ്സിലാക്കിയോ, നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് അണ്ടർ ചാർജ് ചെയ്യാനുള്ള റീസൺ അല്ല. ഇഫ് എനിത്തിങ് അത് നിങ്ങൾ ആക്ച്വലി കറക്റ്റ് ചാർജ് നിങ്ങളുടെ സർവീസിന് മേടിക്കാനുള്ള റീസണാണ്. കാരണം നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്ലയൻറ്റിന് കൂടുതൽ വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ടു റൺ എ സസ്റ്റൈനബിൾ ബിസിനസ്, ഒരു ഫോട്ടോഗ്രാഫി ബിസിനസ് നിങ്ങൾക്ക് റൺ ചെയ്യുകയും അത് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യുകയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും നിങ്ങളുടെ പ്രൈസിങ്ങും ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മോഡലിന് കറക്റ്റ് ആയിരിക്കണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരുപാട് എൻ്റെ ഫോട്ടോഗ്രാഫി ബെറ്റർ ആക്കാനും ഫോട്ടോഗ്രാഫി ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മളൊരു വെഡ്ഡിങ്ങോ അങ്ങനെ ഒരു വർക്ക് എന്തെങ്കിലും എടുക്കുന്നു, നമ്മൾ വീട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ദിവസം തന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ മെസ്സേജ് ഉണ്ടാവും, എന്നാണ് ഞങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റുന്നത്, ഞങ്ങൾ വി ആർ സൂപ്പർ എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു പ്ലേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അതായത് നമ്മുടെ വർക്കിൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മുടെ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, വർക്കിന് എത്ര നേരത്തെയാണ് ഞാൻ എത്താറ്, വർക്ക് കഴിഞ്ഞാൽ
എൻ്റെ ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ്. തിരിച്ച് വീട്ടിലോ ഓഫീസിലോ ഒക്കെ എത്തിയാൽ നമ്മുടെ ഫയൽസ് നമ്മൾ മാനേജ് ചെയ്യുന്നതിനുള്ള സമയം നമ്മൾ എപ്പോഴാണ് കണ്ടെത്തിയിരിക്കുന്നത്, അത് അന്ന് തന്നെയാണോ നമ്മുടെ അതിനുള്ള സമയം ഇട്ടിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കള്ളിങ് ചെയ്യാൻ, നമ്മുടെ ഫോട്ടോ സെലക്ഷൻ ചെയ്യാനുള്ള സമയം എപ്പോഴാണ്, നമ്മുടെ എഡിറ്റിങ്ങിനുള്ള ടൈം എപ്പോഴാണ്, നമ്മുടെ ഡെലിവറിക്കുള്ള ടൈം എപ്പോഴാണ്. ഇതൊക്കെ ഒരു സിസ്റ്റമാക്കി നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ വർക്ക്സ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നില ആകെ തെറ്റും. ഈ വീക്ക്ലി മന്ത്ലി കലണ്ടർ നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടൈം സ്ലോട്ട്സ് ആയിട്ട് നമ്മൾ കൃത്യമായി മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എലമെൻ്റ് ആയിരിക്കും ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നീഡ് ടു ബിൽഡ് റൈറ്റ് അവേ. എങ്ങനെ നമ്മുടെ ഫുൾ ടൈം ജോബിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റഡീസിൻ്റെയോ ഒക്കെ കൂടെ ഫോട്ടോഗ്രാഫിക്ക് സമയം കണ്ടെത്താം എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോയിലും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു ദിവസം ഒരു സ്ലോട്ട് ടൈം നമ്മൾ അലോട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന് കാരണം എന്ന് വെച്ചാൽ പാർക്കിൻസൺസ് ലോ എന്ന് പറയുന്ന ഒരു ലോ കേട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളൊരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മളൊരു ടൈം അലോട്ട് ചെയ്താൽ ആ ആക്ടിവിറ്റി ആ ടൈമിലേക്ക് സ്ട്രെച്ച് ആവുകയോ അല്ലെങ്കിൽ കംപ്രസ് ആവുകയോ ചെയ്യും. അതായത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് 2 hours ആണെങ്കിൽ ഇനി 1 hour തീരേണ്ട എഡിറ്റ് ആണെങ്കിലും പ്രോബബിളി അത് 2 hours തന്നെ എടുക്കും. അല്ലെങ്കിൽ 2.5 hours തീരേണ്ട എഡിറ്റ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ 2 hours തന്നെ അത് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. കാരണം ടൈം ഈസ് മണി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? യു ക്യാൻ ഗെറ്റ് ബാക്ക് മണി. നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മണി. പക്ഷേ അതേസമയം ടൈമോ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു ഐറ്റമാണ്. അപ്പോൾ മണിയേക്കാൾ കൂടുതൽ വാല്യുബിൾ ആണ് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പക്ഷേ അതിനു മുമ്പ് ടൈം മാനേജ്മെന്റിൽ നമുക്ക് നൈസായിട്ട് കയറാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക് കൂടെ പറഞ്ഞു തരട്ടെ. പ്രോസസ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ. ഫോട്ടോഗ്രാഫി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും ആരും തന്നെ ഒരു ഫോട്ടോഗ്രാഫേഴ്സും സംസാരിക്കാത്തൊരു കാര്യമാണ് ഫോട്ടോഗ്രാഫിയുടെ പ്രോസസ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ്. കൂടുതൽ ക്ലയൻസിനെ എടുക്കാനും കൂടുതൽ ക്ലയൻസിനെ ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോഗ്രാഫീനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോസസ്സും ഒരു വർക്ക് ഫ്ലോയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹൗ മൈ ഫോട്ടോഗ്രാഫി ബിസിനസ് വർക്ക്സ് എന്നുള്ള നമ്മുടെ സ്വന്തം സിസ്റ്റമാണ് നമ്മുടെ വർക്ക് ഫ്ലോ. നമ്മുടെ വർക്ക് ഫ്ലോ മെസ്സി ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സും വളരെ മെസ്സി ആയിരിക്കും. ക്ലയൻറ്റിനോട് സംസാരിക്കുന്നതിന്, അവരുടെ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നതിന്, നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് മാനേജ് ചെയ്യുന്നതിന്, നിങ്ങളുടെ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിന്, അതിൻ്റെ ബാക്കപ്പ് സിസ്റ്റം, അതിൻ്റെ ഡെലിവറി സിസ്റ്റം, ഇതിനെല്ലാം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ചാനലും പ്രോപ്പറായിട്ടുള്ള സിസ്റ്റവും ഉണ്ടായിരിക്കും. ഇനി സക്സസ്ഫുൾ ആയി ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ട, ഫോട്ടോഗ്രാഫി അല്ലാതെ അവർക്ക് വേണ്ട 10 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് എന്ന ഈ വീഡിയോസിൻ്റെ പാർട്ട് 1-ൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന സ്കില്ലാണ് മാർക്കറ്റിംഗ്. കാരണം നിങ്ങളിനി ലോകത്തിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിലും നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അല്ലേ? അപ്പം മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോസിബിൾ ക്ലയൻസിൻ്റെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലേക്കോ റാൻഡം സ്പാമിംഗ് പോലെ കുറേ ആഡ്സോ പോസ്റ്റുകളോ അയച്ചു വിടുന്നതല്ല. പകരം ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് ട്രസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ടെല്ലിംഗ് സ്റ്റോറീസ്, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് യുവർ ക്ലയൻസ് want to work with you. നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ നല്ല ഏറ്റവും ഫൈനസ്റ്റ് വർക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഉള്ളൊരു ടൂളാണ് മാർക്കറ്റിംഗ്. ഇനി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴേ അത് പെയ്ഡ് മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒരു എക്സ്പെൻസീവ് കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. നോ, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും നല്ല മാർക്കറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഓർഗാനിക് പോസ്റ്റ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഓർഗാനിക് ആയിട്ട് ആൾക്കാർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പെയ്ഡ് അഡ്വർടൈസിങ് നടത്തിയാലും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ ചിലപ്പം ഒരു മാസത്തിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ ഒക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട്, എത്ര നല്ല ഫോട്ടോ ആണെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വർക്കിന് വരും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. പകരം ഒന്നിലധികം വർക്ക്, നിങ്ങൾ റെഗുലർ ആയിട്ട് ഡീസൻറ്റ് വർക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡേയുടെ ഫോട്ടോഗ്രാഫറായിട്ട് വിളിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുക, ആ ട്രസ്റ്റ് ഉണ്ടാവുക. സോ ട്രൈ ആൻഡ് ടെൽ മോർ സ്റ്റോറീസ്, കീപ് പോസ്റ്റിംഗ്. അവിടെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ട 5 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിവിടെ തീരുന്നില്ല. കാരണം ടോപ്പ് 5-ൽ ഞാൻ വെച്ചിരിക്കുന്ന 5 സ്കിൽസ് ഉണ്ടല്ലോ, അതാണ് നമ്മളൊരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫർ ആവാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളും ആക്ച്വലി ഫുൾ ടൈം ഫോട്ടോഗ്രാഫി കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാളും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അതിൽ തന്നെ നമ്പർ 1-ൽ ഞാൻ വെച്ചിരിക്കുന്ന സ്കില്ലാണ് എൻ്റെ വിശ്വാസത്തിൽ 90% ഫോട്ടോഗ്രാഫേഴ്സും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനും വളർത്താനും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് പാർട്ട് 2 ഓഫ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ആൻഡ് കീപ് ക്ലിക്കിംഗ്.
സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂഷ്വലി ഫോട്ടോഗ്രാഫിയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സ്കിൽ എന്ന് നമ്മൾ മനസ്സിൽ കാണുന്നതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ട സമയം, അല്ലെങ്കിൽ നമ്മൾ ക്ലയൻസിന് ഇമെയിൽ അയക്കാൻ അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട സമയം, ഡെലിവറി പ്രോസസ്സിന് വേണ്ട സമയം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രശ്നം കാരണം നമ്മുടെ ടൈമിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്.